പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് അരിതമെറ്റിക് സീക്വൻസിനെ കുറിച്ച് പറയാം എന്ന് കരുതുന്നു. അരിതമെറ്റിക് സീക്വൻസിൽ ഒരേ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ അതിലെ ഒരുവിധം എല്ലാ കണക്കുകളും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം: അരിതമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക സംഖ്യ മറ്റൊരു സംഖ്യയോട് കൂട്ടി 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 അഥവാ കുറച്ച് 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 കൊണ്ടാണ്. അതായത് ഒരു പ്രത്യേക സംഖ്യ കൂട്ടി കൂട്ടി അഥവാ കുറച്ച് കുറച്ചുണ്ടാക്കുന്ന സീരീസ് അഥവാ സീക്വൻസ് ആണ് അരിതമെറ്റിക് സീക്വൻസ്. ഇങ്ങനെ കൂട്ടി പോകുന്ന ഈ പ്രത്യേക സംഖ്യയെ നമ്മൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പൊതുവ്യത്യാസവും ഈ അരിതമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു പദവും നമുക്കറിയാമെങ്കിൽ ആ അരിതമെറ്റിക് സീക്വൻസിലെ ഏത് പദവും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഈ പൊതുവ്യത്യാസവും അരിതമെറ്റിക് സീക്വൻസിലെ ഒരു പദവും നമുക്കറിയാമെങ്കിൽ അതിൽ ഏത് പദവും കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? ഒന്നുമല്ല, തന്നിരിക്കുന്ന പദത്തിൽ നിന്ന് കാണേണ്ട പദത്തിലേക്കുള്ള ദൂരം നമ്മൾ എടുക്കുക. ഇപ്പോൾ 8ാമത്തെ പദത്തിൽ നിന്ന് 20ാമത്തെ പദത്തിലേക്ക് 12 പദങ്ങളുടെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ 8ാമത്തെ പദത്തിൽ നിന്ന് 20ാമത്തെ പദത്തിലേക്ക് എത്താൻ 12 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. ഇനിയിപ്പോൾ 8ാമത്തെ പദത്തിൽ നിന്ന് 3ാമത്തെ പദത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ 5 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ ഒരുവിധം എല്ലാ കണക്കുകളും നമുക്ക് അതിൽ നിന്ന് ചോദിക്കുന്നത് സമവാക്യങ്ങൾ ഇല്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് 2024 തന്നിരിക്കുന്ന ഒരു ചോദ്യം, 5 മാർക്കിന്റെ ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇവിടെ ചെയ്യാം. ഓക്കെ, 2024 ഈ ചോദ്യത്തില് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് നോക്കൂ. 3ാമത്തെ പദം 26ഉം 8ാമത്തെ പദം 61. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ പദത്തിൽ നിന്ന് 8ാമത്തെ പദത്തിലേക്ക് 5 ഡികളാണ് ഉള്ളത്. അതായത് 3, 8 തമ്മിലുള്ള വ്യത്യാസം 5 ഡി എന്ന് പറയുന്നത് 61ഉം 26ഉം തമ്മിലുള്ള വ്യത്യാസം 35. അതായത് ഡി എന്ന് പറയുന്നത് 7. തന്നിരിക്കുന്ന 2ാമത്തെ ചോദ്യം നോക്കൂ. അതിൽ 1ാമത്തെ പദം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. നമ്മളിവിടെ 3ാമത്തെ പദത്തിൽ നിന്ന് 2 തവണ ഡി കുറച്ചാൽ ഫസ്റ്റ് ടേമിന് കിട്ടും. അതായത് 26ൽ നിന്ന് 2 × 7, അതായത് 26ൽ നിന്ന് 14 കുറച്ചാൽ 12 ആണ് ഉത്തരം. ഇതിലെ 3ാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ആൾജിബ്രൈക്ക് ഫോം എഴുതാനാണ്. ആൾജിബ്രൈക്ക് ഫോം എഴുതാൻ വളരെ എളുപ്പമാണ്. അതായത് പൊതുവ്യത്യാസത്തിന്റെ കൂടെ n ചേർക്കുക, പൊതുവ്യത്യാസവും ആദ്യ പദവും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. അതായത് കോമൺ ഡിഫറൻസിന്റെ കൂടെ n ചേർക്കുക, കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഏറ്റവും അവസാനമായി നമുക്ക് കാണേണ്ടത് തന്നിരിക്കുന്ന സീരീസിലെ പദങ്ങളുടെ തുക കാണുക എന്ന് പറയുന്നൊരു കണക്കാണ്. അതായത് 15 ടേംസിന്റെ തുകയാണ് കാണുന്നത്. ഇത് വളരെ എളുപ്പമാണ്. ആദ്യത്തെ പദം കാണുക, 15ാമത്തെ പദം കാണുക, ആദ്യത്തെ പദം കാണുക, 15ാമത്തെ പദം കാണുക. 15ാമത്തെ പദം കാണാൻ ആദ്യത്തെ പദത്തിന്റെ കൂടെ 14 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. ഇവിടെ ലഭിച്ചിരിക്കുന്ന ഉത്തരം 110 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ടേമും 15ാമത്തെ പദവും തമ്മിൽ കൂട്ടി അതിനെ എണ്ണം കൊണ്ട് ഗുണിക്കുക, അതിന്റെ പകുതി കാണുക. ഫസ്റ്റ് ടേമും ഫൈനൽ ടേമും തമ്മിൽ കൂട്ടി അതിനെ എണ്ണം കൊണ്ട് ഗുണിച്ച് അതിന്റെ പകുതി കാണുക. അതായത് 1830/2 915. ഇപ്പോൾ നമ്മൾ ചെയ്ത കണക്ക് നിങ്ങൾ ഒരുപാട് തവണ ഒന്ന് ചെയ്ത് പരിശീലിക്കുക. തീർച്ചയായും നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.